എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കളങ്കാവൽ, ബൾട്ടി, വിലായത് ബുദ്ധി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മാസ്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ആൻഡ്രിയാണ് സിനിമയിലെ നായിക. മാസ്ക് ഒരു ത്രില്ലർ സിനിമയാണ്. ഈ സിനിമ ജനുവരി മാസം 9-നാണ് OTT റിലീസ്. അതായത് ഇന്ന് രാത്രി 12 മണിക്ക് C5-ൽ മാസ്ക് റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഏകം എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കന്നഡ സീരീസാണ്. ഈ ഒരു സീരീസ് ഇന്ന് രാത്രി C5-ലാണ് റിലീസ്. മലയാളം ഭാഷയിലും ഏകം സീരീസ് റിലീസിനുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് അഖണ്ഡ 2 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ അൾട്ര ഫ്ലോപ്പായ സിനിമയാണ് അഖണ്ഡ 2. ഈ സിനിമ ഇപ്പോൾ OTT റിലീസിന് ഒരുങ്ങുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് അഖണ്ഡ 2-ൻ്റെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. ജനുവരി മാസം 9-നാണ് OTT റിലീസ്. അതായത് ഇന്ന് രാത്രി 12 മണിക്ക് അഖണ്ഡ 2 റിലീസാകും. മലയാളം ഭാഷയിലും റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കമാര 2 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കന്നഡ സിനിമയാണ്. കമാര 2 ഒരു ഹൊറർ മൂവിയാണ്. ഈ സിനിമ സൺനെസ്റ്റിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷമാണ് സിനിമ ഇറങ്ങിയത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. നല്ലൊരു ഫാമിലി കോമഡി മൂവിയാണ്. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ മനോരമാക്സ് സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഈ മാസം ലാസ്റ്റ് ആയിരിക്കും ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷേനിക നായകനായ സിനിമയാണ് വേല. നല്ലൊരു ത്രില്ലർ സിനിമ. ഈ ചിത്രം റിലീസായിട്ട് 3 വർഷമായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ മനോരമാക്സ് വേല സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ജനുവരി മാസം ലാസ്റ്റ് ആയിരിക്കും വേല സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസേൺകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയും റിലീസായിട്ട് കുറേ കാലമായി. നിവിൻ പോളിയാണ് രാമചന്ദ്രയിലെ നായകൻ. എവറേജ് അഭിപ്രായമാണ് രാമചന്ദ്ര സിനിമ നേടിയെടുത്തത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമാണ് രാമചന്ദ്രയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. ജനുവരി മാസം ലാസ്റ്റ് ആയിരിക്കും രാമചന്ദ്രയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത്. മാത്യു തോമസ് ആണ് സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ ഈ ഒരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമാണ് നൈറ്റ് റൈഡേഴ്സിൻ്റെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ജനുവരി മാസം ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബബ്ബബ്ബ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ബബ്ബബ്ബ സിനിമ നേടിയെടുത്തത്. മോഹൻലാലും ദിലീപുമാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ബബ്ബബ്ബ സിനിമ നല്ല ഹൈപ്പിലാണ് തിയേറ്ററുകളിലെത്തിയത്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഇപ്പോഴിതാ ബബ്ബബ്ബ സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസിന് ഒരുങ്ങുകയാണ്. സിനിമ ജനുവരി മാസം ലാസ്റ്റ് വീക്കിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സർവമായ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ 100 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് സർവമായ. നിവിൻ പോളിയാണ് സിനിമയിലെ നായകൻ. തിയേറ്ററുകളിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് സർവമായ. സർവമായ സിനിമയുടെ OTT അവകാശം ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി മാസം ആദ്യ വീക്കിലാണ് സർവമായ OTT റിലീസിന് ഒരുങ്ങുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വിലായത് ബുദ്ധ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പൃഥ്വിരാജ് നായകനായ സിനിമയായിരുന്നു വിലായത് ബുദ്ധ. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. എങ്കിലും OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. വിലായത് ബുദ്ധ ഒരു ആക്ഷൻ മൂവിയാണ്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് വിലായത് ബുദ്ധയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയിട്ട് പറയുന്നത് ജനുവരി മാസം ലാസ്റ്റ് വീക്കിൽ വിലായത് ബുദ്ധ ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷമാണ് ബൾട്ടി സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഷേനികമാണ് സിനിമയിലെ നായകൻ. നല്ലൊരു ആക്ഷൻ മൂവി. ഒരുപാട് പേർക്ക് ബൾട്ടി സിനിമ ഇഷ്ടപ്പെട്ടു. ഈ സിനിമയുടെ OTT പെട്ടെന്ന് തന്നെ വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീക്ക് ബൾട്ടി സിനിമയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരുന്നു. പക്ഷേ സിനിമ റിലീസായില്ല. സർപ്രൈസായിട്ട് ബൾട്ടി സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷേ ഈ വീക്കിൽ സിനിമ വരാൻ സാധ്യതയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയുമാണ് OTTയിൽ സിനിമകൾ ഇറങ്ങാറ്. ചിലപ്പോൾ ബൾട്ടി സിനിമ ഇന്ന് രാത്രി വരാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ ജനുവരി ലാസ്റ്റ് ആയിരിക്കും OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കളങ്കാവൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഹിറ്റായ സിനിമയാണ് കളങ്കാവൽ. മമ്മൂട്ടിയും വിനായകനുമാണ് കളങ്കാവൽ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT അവകാശം സോണി ലീവാണ് വാങ്ങിച്ചിരിക്കുന്നത്. കളങ്കാവൽ സിനിമ ഇന്ന് രാത്രി വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇതുവരെ ട്രെയിലർ പുറത്തുവിട്ടിട്ടില്ല.
ചിലപ്പോൾ സർപ്രൈസായിട്ടായിരിക്കും കളങ്കാവൽ ഇന്ന് വരുന്നത്. ഇന്നിനി കളങ്കാവൽ വന്നിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത വീക്കായിരിക്കും സിനിമയുടെ OTT റിലീസ്. എന്തായാലും കളങ്കാവൽ സിനിമ നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഇനിയും ഒരുപാട് സിനിമകൾ നാളെ സർപ്രൈസായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.